1 മണിയായപ്പോൾ പുഴയെന്ന് ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ പാടിയൊക്കെ ഇങ്ങനെ കിടന്ന് കുരുങ്ങുന്നത് പോലെ തോന്നി. അമ്മയും 2 കൂടി കൊച്ചുങ്ങളും മോളും ഒക്കെ ഉണ്ട്. മോള് പ്രസവിച്ച് കിടക്കുക, 47 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവരെയൊക്കെ കൊണ്ട് ആകെ പേടിച്ച് അങ്ങനെ ആദ്യത്തെ പൊട്ട് അങ്ങനെയായി. അപ്പം ഞങ്ങൾ അക്കരെയുള്ളവരെയൊക്കെ ഒന്ന് ഫോണിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാം വെള്ളം കയറി, ഞങ്ങളൊക്കെ ടെറസിൻ്റെ മുകളിൽ നിൽക്കുകയാണ്, ഇനി എന്താ ചെയ്യാന്നറിയില്ല പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും അടുത്ത ശബ്ദം അതിലും ഭീകരമായിട്ടാണ്. അതിൽ പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളുടെ പാടിയൊക്കെ പോവുകയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരുമായിട്ട് ചായക്കാട്ടിൽ കയറി നിന്നതാണ്. 1 മണിക്കൂറോളം ഞങ്ങൾ അവിടെ നിന്നപ്പോഴും ഞങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളെല്ലാം പോവുകയാണ്, എതിരെ വെള്ളം വരുന്ന, ഇരുട്ട്, കരണ്ടുമില്ല, ഒന്നുമില്ല. ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ്? കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന്റെ ആഘാതത്തിൽ ഉള്ളുലഞ്ഞ് തിരച്ചിൽ ആരംഭിക്കുന്നത് 7 മണിയോടെ. എന്നാൽ അതിനു മുൻപേ ദുരന്ത ഭൂമിയിൽ ഉണ്ടായിരുന്ന ഒരമ്മ മണ്ണിൽ മൂടിയ മുഖവും കണ്ട് ആരെന്നറിയാതെ കിടക്കുന്നുണ്ട്. ജാതി മതമില്ല, മനുഷ്യൻ മാത്രം ഉള്ളം പിടയുന്നു ദുരിതം കണ്ട്. ഉറ്റവരുമില്ല, കുടിലുമില്ല, നെഞ്ചം